നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഭരണഘടനയെ വിമർശിച്ചതിന്റെ പേരിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂരിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം അരങ്ങേറുകയുണ്ടായി. ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് സമരം നടക്കുമ്പോൾ തൊട്ടടുത്തു തന്നെ ചെങ്ങന്നൂരിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യങ്ങളൊരുക്കുന്ന തിരക്കിലായിരുന്നു സജി ചെറിയാൻ. വിമർശനത്തിന് വിധേയമാക്കാൻ കഴിയാത്ത ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന. യാതൊരു തെറ്റുകളും കടന്നുകൂടാത്തതുമല്ല ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ഈ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് 105 തവണ ഈ ഭരണഘടന മാറ്റി എഴുതിയത്. എല്ലാം തികഞ്ഞ ഒന്നാണ് ഭരണഘടനയെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാവശ്യം ഇത് മാറ്റി എഴുതേണ്ടി വരുന്നത്? ഇവിടെ സജി ചെറിയാൻ എന്ന അഴിമതിരഹിതനായ മന്ത്രിയായ സജി ചെറിയാനെ ഒരു അഴിമതിയുടെ പേരിൽ ക്രൂശിക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്നവരുടെ നിരാശ. ഈ ഇന്ത്യൻ ഭരണഘടനയിലെ മാറ്റപ്പെട്ടതായ ധാരാളം കാര്യങ്ങൾ ഉണ്ട് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. ഈ ഭരണഘടനയിലെ ചില നിയമം മൂലം ഒരു വിഭാഗം ജനങ്ങളും തൊഴിലാളികളും വർഗവും വീണ്ടും വീണ്ടും അവശരായി മാറുമ്പോൾ മറ്റൊരു വിഭാഗം ഭരണഘടനയുടെ പഴുതുകളിലൂടെ ഇന്ത്യയെ വിലയ്ക്ക് വാങ്ങാവുന്ന തരത്തിൽ തടിച്ചു കൊഴുക്കുന്നു എന്ന സത്യമാണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും അഭിമതനായ ജനപ്രതിനിധി എന്ന നിലയിലും ജാതിമത വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരോടൊപ്പം നിൽക്കുന്ന വളരെ കുറച്ച് നേതാക്കളിൽ പ്രമുഖൻ ശ്രീ സജി ചെറിയാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കരുണ എന്ന ചാരിറ്റി സംഘടന നടത്തുന്ന അതിശക്തമായ പ്രവർത്തനങ്ങൾ, നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, പരാതികൾ പരിഹരിക്കുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ജാതിമത ചിന്തകൾക്ക് അതീതമായ എല്ലാ മതത്തിലെയും ആരാധനാലയങ്ങൾക്ക് നൽകുന്ന പരിഗണനകൾ എല്ലാം ജനപിന്തുണയുടെ ഉദാത്തമായ ഉദാഹരണങ്ങളാണ്. നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതിൽ വിമർശിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ വേണം. അതിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ ശബ്ദം ഉയർത്തേണ്ടി വന്നാൽ ഉയർത്തുക തന്നെ വേണം. UDF കുത്തകയാക്കി വെച്ചിരുന്ന ചെങ്ങന്നൂർ തിരിച്ചുപിടിക്കുന്നതിനുള്ള ശ്രമമായി മാത്രമേ ചെങ്ങന്നൂരിലെ ജനങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. നിരവധി അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സജി ചെറിയാൻ നേതൃത്വം നൽകുന്ന കരുണ എന്ന ചാരിറ്റി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ജനങ്ങളോടൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നു. ന്യൂസ് ഡെസ്ക് കേരളീയം.